നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് നൈറ്റ് എന്ന് കേട്ടപ്പോൾ കുറെ പേര് നെറ്റ് ചുളിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് നൈറ്റ് ഇവൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ല. കുറെ പേർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കേൾക്കുന്നുണ്ടാവും. കുറെ പേർക്ക് ഞങ്ങൾ ഇത് കുറെ ആഗ്രഹിച്ചിരുന്ന ഒരു ടോപ്പിക്കാണ്, ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറെ പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവും. ഇങ്ങനെ 3 മൈൻഡ് സെറ്റ് ആയിരിക്കും. 4ാമത്തെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആയിരിക്കും. ഫസ്റ്റ് നൈറ്റോ എന്ത് കുന്തെങ്കിലും ആവട്ടെ കാണാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അങ്ങനെ മൊത്തം 4 മൈൻഡ് സെറ്റോട് കൂടിയിട്ടാവും ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങണേക്കാളും മുമ്പ് ഒരു കാര്യം പറയാണ്. എൻ്റെ ശബ്ദം കുറച്ച് കുറവായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ എനർജി കുറച്ച് കുറവായിരിക്കും. പക്ഷെ മാക്സിമം ഞാൻ എനർജി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തീരെ വയ്യ, എനിക്ക് മൊത്തത്തിൽ എനിക്ക് തീരെ വയ്യ. ഞാൻ എന്താ വയ്യായ എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് നാളെ ഞാൻ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റിൽ എന്തൊക്കെയാണ്, ഒരു ഫസ്റ്റ് നൈറ്റ് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, നമ്മൾ എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ഫസ്റ്റ് നൈറ്റിൽ ഒരുങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം, എങ്ങനെ കുറച്ചും കൂടി അടിപൊളിയാക്കി മാറ്റാം, അങ്ങനെ ഡീറ്റെയിൽ ഒരു ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആർക്കും അറിയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമില്ല. ഇതൊക്കെ ഒരു വീഡിയോ ചെയ്യണം. പണ്ടത്തെ കാലത്ത് ആൾക്കാരൊക്കെ എങ്ങനെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടാണോ ഫസ്റ്റ് നൈറ്റിന് ഒരുങ്ങുന്നത്? ഇതൊക്കെ എന്താ പറയുക, നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട കാര്യമില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം പണ്ടത്തെ കാലത്ത് നോക്കി അങ്ങനെ നിൽക്കട്ടെ. പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ പോലെയല്ല. പണ്ടത്തെ കാലത്ത് പലവരും മിണ്ടാതെ സഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തെങ്കിലും ആവട്ടെ, ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ധാരണകളില്ല. ഒരു ഓളത്തിൽ അങ്ങ് പോവാന്ന് പറയില്ല, അങ്ങനെയാണ് കൂടുതലും. ഒരുപാട് നല്ല രീതിയിൽ പോയിരുന്നിട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറേയൊക്കെ പലതും സഹിച്ചും സപ്രസ് ചെയ്തിട്ടൊക്കെ നമ്മളിങ്ങനെ പോവും. ചിലത് അടിപൊളിയായിട്ട് പോവും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചും കൂടി ഓപ്പൺ ആയി സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോരോ ന്യൂസ് കേൾക്കുന്നുണ്ടാവും. പലതും ഈ ഒരു ആദ്യ ദിവസം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? ആദ്യത്തെ ദിവസം തന്നെ പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആ കുടുംബജീവിതം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചിട്ട്. ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് ഒരുപാട് ടെൻഷൻ കൂടുതലുള്ള ടൈമായിരിക്കും. ഒത്തിരി എന്താ പറയുക, ഒത്തിരി പേടിയുള്ള ഒരു ഭയങ്കര ഫിയർ ഉണ്ടായിരിക്കും, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, ഒരു ചമ്മലെന്നൊക്കെ പറയില്ല, അതുണ്ടായിരിക്കും. അങ്ങനെ ഒരു മിക്സ്ഡ് ഫീലിങ്സ് ഉള്ള ഒരു ദിവസമാണ് ഈ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. കാരണം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ ആ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, റിസപ്ഷൻ, അത് ഇത്, മേക്കപ്പ്, ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, ഇത് നമ്മൾ ഒരു ദിവസം തന്നെ വെറുതെ ഫോട്ടോഷൂട്ടിന് പോയാൽ അന്നത്തെ ദിവസം നമുക്ക് ആകെ വയ്യാതായി നമ്മൾ വീട്ടിൽ കിടക്കും. അപ്പം ഈ വെഡ്ഡിങ് ഷൂട്ട്, തിരക്കുകൾ, ഗസ്റ്റുകൾ, അതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ദിവസം ഒരു ഇതായിരിക്കും. അപ്പം അന്നത്തെ ദിവസം മൊത്തത്തിലൊരു കുറേ മൂഡ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് സെക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് അല്ല. ഫസ്റ്റ് നൈറ്റിൽ സെക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊരു മെയിനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ. ഇപ്പോഴും ഒരു ടീനേജേഴ്സ്, മെയിൻസിൽ 16-17 ഇയേഴ്സ് ഉള്ളവർക്ക് ഇപ്പോഴും ഉള്ള ഒന്നാണ്. കാരണം എനിക്കും ആ ഏജിലുണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റിൽ എന്തായാലും സെക്സ് നടക്കും എന്നുള്ള ഒന്നുണ്ടായിരുന്നു. ആ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ പേര് തന്നെ കണ്ടില്ല, ഫസ്റ്റ് നൈറ്റ് പ്രത്യേക പേര്. അപ്പം അന്ന് സെക്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊരു നിർബന്ധമുള്ള കാര്യമില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ കൺസെൻറ്റ് ആണ്. രണ്ടുപേർക്കും സമ്മതവും ഇഷ്ടവും ഒരുപോലെ ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് ഇത് സെക്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അപ്പം കംപ്ലീറ്റ് ഒരു 100% കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ് സെക്സ്. അതൊരു ഫസ്റ്റ് നൈറ്റിൽ മാത്രമല്ല, ത്രൂ ഔട്ട് മാരേജ് ലൈഫ്. ഇനി മാരേജിലും അല്ല, ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്, സെക്സ് എന്ന് പറയുന്നത് കൺസെൻറ്റോട് കൂടി രണ്ട് പാർട്ട്ണർ ഒരുപോലെ, രണ്ട് ആൾക്കാരും ഒരുപോലെ കൺസെൻറ്റോട് കൂടി ചെയ്യണം. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, രണ്ടുപേർക്കും സമ്മതം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് പെണ്ണിൻ്റെ മാത്രമല്ല കേട്ടോ കൺസെൻറ്റ് ചെയ്യാൻ പറയുന്നത്. ആണുങ്ങൾക്കും ഒരുപോലെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, ബില്ലിംഗ് ഉണ്ടായിരിക്കണം, ഇഷ്ടം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതൊരു ശരിക്കും മാരിറ്റൽ റേപ്പ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം അല്ലേ? ഇപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചിട്ട് ആരുടെയും സ്വന്തം ഒരർത്ഥം വരുന്നില്ല. അത് ഒരു വണ്ടി പോയ ശബ്ദം. അപ്പൊ എന്തും ചെയ്യാനുള്ള ഒരു സമ്മതം അല്ല മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്തു വെച്ചാൽ റേപ്പ്, ഒരു മാരിറ്റൽ റേപ്പ് തന്നെ പറയാം, കൺസെൻറ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സംസാരിക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ ഒത്തിരി സംസാരിക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടമില്ലായ്മ, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, എല്ലാത്തിനെയും കുറിച്ച് കംപ്ലീറ്റ് നിങ്ങൾ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തേണ്ടതാണ്. ഇത് അറേഞ്ച് മാരേജിന് മാത്രമല്ല പറയുന്നത്, ലവ് മാരേജിനും
കൂടിയാണ് പറയുന്നത്. നമുക്ക് തോന്നും ലവ് മാരേജിൽ ഇവർ ഒരുപാട് സംസാരിക്കുന്നതല്ലേ, മണിക്കൂറോളം ഫോണിൽ കൂടെ സംസാരിക്കുന്നതല്ലേ, ഇവർ നേരിട്ട് കാണും. അങ്ങനെയല്ല, മാരേജ് എന്തൊരു ഡിഫറെന്റ് ആണ്. വേറെ വീട്ടിലൊരു പെൺകുട്ടി വന്നേക്കുവാണ് അല്ലേ, അല്ലെങ്കിൽ വേറൊരു നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഡിസിഷൻസ് ഇനി ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ പോകും, ഒരുമിച്ച് ജീവിക്കാൻ പോകും, അതിന് ഒരുപാട് പ്ലാനിങ്സ് ആവശ്യമുണ്ട്. പ്രേമിച്ച് നടക്കുമ്പോഴുള്ള പോലെയല്ല ഒരു മാരേജിൽ കാര്യം കുത്തുമ്പോൾ ഒത്തിരി നിങ്ങളെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും നിങ്ങൾ എടുക്കും കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് പ്ലാനിങ് ആവശ്യമാണ്. ഫസ്റ്റ് നൈറ്റിൽ വളരെ നല്ല രസകരമായ ചർച്ച, അതല്ലാതെ എഴുതി പലചരക്ക് കണക്കോ കാര്യങ്ങളോ ഉണ്ടാക്കാനല്ല ഈ ലൈഫ് പ്ലാനിങ് കൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സംസാരിക്കണം, നമുക്ക് എങ്ങനെ വേണം, ഇത് വേണം, നമുക്ക് വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും മെയിൻ ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് വളരെ ഇൻറ്റിമേറ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, പെനട്രേഷൻ അല്ല മെയിൻ, ഇൻറ്റിമേറ്റ് ആവലാണ് മെയിൻ എന്ന് പറയുന്നത്. ഇൻറ്റിമേറ്റ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങൾ അടുക്കാം. ഓക്കെ, ഈവൻ ബിഫോർ സെക്സിന് മുമ്പാണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ഫീൽ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു ലവ് അഫെക്ഷൻ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകും. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കും. ഓക്കെ, എന്നിട്ട് മാത്രമേ ഈ ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ. ഞാൻ ആദ്യം പറയാം, ഫസ്റ്റ് നിങ്ങൾ ലവ് മാരേജ് ആണെങ്കിൽ പോലും ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങൾ ചിലപ്പോൾ മാരേജിന് മുമ്പ് നിങ്ങൾ സെക്സ് ഉണ്ടായിട്ടുണ്ടാവും, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് കംഫർട്ടബിൾ ആവുന്നില്ല. അതിൻ്റെ അർത്ഥം അത് രണ്ടുപേരും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. കാരണം വേറൊരു അറ്റ്മോസ്ഫിയറാണ്, മൊത്തത്തിൽ അത് വേറൊരു സിറ്റുവേഷനാണ്. വീട്ടുകാരൊക്കെ അറിഞ്ഞ് നിങ്ങൾ കല്യാണം കഴിച്ചു വേറെ ലൈഫിൽ പോവാണ്, അതിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈവൻ ലവ് മാരേജ് ആണെങ്കിൽ പോലും ഒത്തിരി ടെൻഷനും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ടൈമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആവണം, കുറച്ചും കൂടി അങ്ങനത്തെ ടോക്കൊക്കെ ചെയ്യണം. ഇപ്പം ഒരിക്കലും നാണിക്കരുത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇപ്പം ഈവനെ കുറച്ച് സ്പൈസി സെക്സി ഫീൽ ടോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും പാർട്ട്ണർ, നമ്മളെ പറ്റി മോശം വിചാരിക്കും. അതിപ്പോൾ പെൺകുട്ടി പ്രത്യേകിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മളെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം. വളരെ എത്രത്തോളം ഇൻറ്റിമേറ്റ് ആക്കാൻ പറ്റും അത്രത്തോളം നല്ലതാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികളായി കഴിഞ്ഞാൽ അച്ചടക്കം അടക്കം ഒതുക്കം അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. അതൊരു മിത്താണ്, അല്ലെങ്കിൽ അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ആൺപിള്ളേർക്ക് പോലെ തന്നെ പെൺപിള്ളേർക്കും ഇതേ ഫീലിങ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. അതൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിരിക്കും. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഓപ്പണായി സംസാരിക്കും. കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കണം നിങ്ങളൊരു ബിഫോർ സെക്സിൻ്റെ ടൈമിൽ എന്ന് പറയുമ്പോൾ. ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ആ ദിവസം നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുമ്പ് വെർജിൻ ആയിരിക്കില്ല, അതൊന്നും മാറ്റർ അല്ല, എങ്കിൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഇതിന് മുമ്പ് വേറെ ആളായിട്ട് ചിലപ്പോൾ സെക്സ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ് മാരേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് വല്ല റേപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവും. ഈവൻ ചിലപ്പോൾ ആൺകുട്ടികളുടെ കേസിനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിന് മുമ്പ് വേറെ പെൺകുട്ടിയുടെ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പലതും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ പാസ്റ്റാണ്. ഓക്കെ, പാസ്റ്റേക്ക് വിടാം. ഇതിപ്പോൾ നിങ്ങൾ പ്രസന്റ് ആയിട്ടുള്ള ലൈഫാണ് അല്ലേ, ആ പ്രസന്റേക്ക് ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക. ഞാൻ ഈ കൊണ്ടുവരാതിരിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ പാർട്ട്ണറോട് ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നല്ല, പക്ഷെ നിങ്ങളൊരു ലൈഫിലേക്ക് കടക്കുകയാണ്. ആ ലൈഫിലേക്ക് കടക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ അതൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുവാണ്. നിങ്ങളതൊക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇവനോ സെക്സിലേക്ക് കിടക്കണം, നിങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ സെക്സിലേക്ക് കിടക്കണം. അപ്പോൾ നിങ്ങൾ ഓക്കെ ഇതൊക്കെ ഞാൻ മുമ്പേ കഴിഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഞാൻ പണ്ടേ കഴിഞ്ഞതൊക്കെ എന്ത് എന്നുള്ളൊരു ഫീൽ വരുത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിന്, നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ ഭയങ്കര ഓക്വേർഡ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തന്നെ മിസ്സാവണമെന്നാണ്, അത് തന്നെ പോകണമെന്നാണ് ആ ഒരു ടൈമിൽ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ ഇതിന് മുമ്പൊക്കെ കഴിഞ്ഞാണ് ഇതൊക്കെ എന്ത്. ഓക്കെ, നിങ്ങൾ ആ ഒരു എഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഒരു എഫെക്ഷൻ നിങ്ങൾ മെയിനായിട്ട് ബിൽഡ് ചെയ്യണം. പാസ്റ്റേക്ക് വിടുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി, അപ്പോൾ ഫസ്റ്റ് പണ്ടത്തെ എക്സിനെ കുറിച്ചിട്ടും അവൻ അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു, എന്തിനൊരു കമ്പാരിസൺ. അവള് ചിലപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസും യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യരുത് ഒരിക്കലും. അതൊരു ആൾക്കും ഒരു പാർട്ട്ണറിനും അത് സഹിക്കുന്നതല്ല, ഒരു പാർട്ട്ണറിനും അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. പാസ്റ്റാണ്, അത് അവിടെ കളഞ്ഞിട്ട് വേണം പുതിയൊരു ലൈഫിലോട്ട് എൻ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു പണിക്ക് പോവരുത്. ഓക്കെ, അത് മെയിനായിട്ട് നിങ്ങളെ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത്, ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ള കാര്യമാണ്. ഓക്കെ, പെൺകുട്ടികൾ ഇപ്പം നമ്മൾ ലവ് മാരേജ് ആണെങ്കിൽ നമ്മൾ പല മുഖങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇപ്പം അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇവൻ പെണ്ണ് കാണാൻ വരുന്നതാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഔട്ട്ഡോറിൽ മീറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മേക്കപ്പ് ഇടും, അട്രാക്ട് ചെയ്യാൻ വേണ്ടി കണ്ണെഴുതും, ഇച്ചിരി ലിപ് ബാം ഇടും. ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത കുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു കുട്ടികളുടെ കുറേ പേർക്ക് ഉള്ളൊരു ഇതാണ്, കല്യാണത്തിൻ്റെ സമയത്താണെങ്കിൽ എക്സ്ട്രാ മേക്കപ്പ്, ഹെവി മേക്കപ്പ് ഒക്കെയാണ്.
അപ്പൊ നമുക്ക് ഉള്ളിലൊരു ഇതുണ്ടാവും. നമ്മൾ ഒരു മേക്കപ്പും ഇല്ല, നമ്മൾ കുളിച്ച് വന്ന് ഫ്രഷ് ആയിട്ട് ഒന്നുമില്ല, കണ്ണ് എഴുതിയിട്ടില്ല, ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാർട്ട്ണർക്ക് നമ്മളോടുള്ള ആ ഇഷ്ടം പോവും, ആ ഭംഗിയില്ല എന്ന് തോന്നും. ഈ ഒരു ഫീല് നമ്മളൊക്കെ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഈ ഒരു ഫീല് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കുറച്ച് പേർക്ക് എങ്കിലും, കുറച്ച് പെൺകുട്ടികൾക്കെങ്കിലും തോന്നും എന്ത് വിചാരിക്കുന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ അങ്ങനെ കംഫർട്ടബിൾ അല്ലാതിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെ വിചാരിക്കില്ല. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ ഫേസസിൽ കൂടി നിങ്ങൾ ഇനി കാണാൻ പോവാണ്. നിങ്ങളെ മേക്കപ്പ് ഇട്ടിട്ടും ഇല്ലാതെയും നിങ്ങളെ എല്ലാ വൃത്തികെട്ട മുഖങ്ങളും, ഓക്കെ, ദേഷ്യപ്പെടപ്പെടുള്ള മുഖം, സന്തോഷം വരുമ്പോഴുള്ള മുഖം, എല്ലാം നിങ്ങളെ വൃത്തികെട്ട മുഖങ്ങളും കാണാൻ പോവാണ്, നല്ല മുഖങ്ങൾ കാണാൻ പോവാണ്. അപ്പൊ അതൊരു പേടിച്ച് നമ്മൾ ഏതാണെങ്കിലും നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ ലുക്കിലല്ല മെയിൻ ആയിട്ടുള്ളത്, നമ്മളുടെ സോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്, അതനുസരിച്ചിരിക്കും നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും. അല്ലാണ്ട് ഒരു ലുക്കിൽ പോവില്ല. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ മൊത്തത്തിലുള്ള ഫീച്ചേഴ്സ് മാറ്റിയെടുക്കുന്നതല്ല. ഓക്കെ, കുറെ പേർക്ക് ധാരണ ഉണ്ട്, പുട്ടിട്ടു അതിട്ടു മേക്കപ്പ് ഇട്ടു. മേക്കപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ മുഖത്തിൽ തന്നെ ഇച്ചിരി കുത്തും നമ്മളൊരു ആർട്ടാണ് മേക്കപ്പ് നൽകുന്നത്. ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും നമ്മളെ ഫീച്ചേഴ്സ് എന്തോ അതൊന്നും ജസ്റ്റ് ഒന്ന് അട്രാക്റ്റീവ് ആക്കിയത് മാത്രമേ മേക്കപ്പിനുള്ള ഉദ്ദേശമുള്ളൂ. അതായത് മേക്കപ്പ് ഇട്ടെന്ന് വെച്ചിട്ട് ഒരാൾ മാറിയില്ല, ഒന്നുമില്ല. ഞാൻ ഇന്നൊരു മേക്കപ്പും ഞാൻ ഇട്ടിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിരിക്കണ കോലാണ്. പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആള് മാറും. എന്ന് വെച്ചാൽ ഞാൻ ഭംഗിയില്ല എന്ന് വരില്ലല്ലോ. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ സ്വയം പൊക്കി തോന്നുന്നുണ്ടാവും, ഞാനത് കാണിച്ചു തന്നെയാണ്. ജസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം നമ്മളെ ലുക്കിൽ. എനിക്ക് എത്രയോ കമന്റ്സ് വരുന്നുണ്ടെന്നറിയോ, നിന്നെ അതിനെ പോലെ മാക്കാച്ചിയുടെ പോലെ ഉണ്ട്, നിന്നെ കാണാൻ എന്ത് വൃത്തിയുണ്ട്, നിന്നെ കാണാൻ കൊള്ളില്ല. കുറെ പേര് പറയും എന്നെ കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്യും. കുറെ പേര് എന്റെ കണ്ണ് കൊള്ളില്ല, എന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, എന്റെ മൂക്കിന് എന്തോ പ്രശ്നമുണ്ട്, ചുണ്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വേണ്ടിട്ട് വേറെ കാലങ്ങൾ നമ്മൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കണം. അപ്പോൾ ബാക്കിയുള്ളവർക്കും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നതും ഇതന്നെ, അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മൾ തന്നെ ആദ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മളുടെ ശരീരത്തിന് എന്താണ് ബ്രസ്റ്റ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആമ്പിളിൽ എന്താണ് പീനിസ്. പെനിസ് എന്നല്ല ശരിക്കും പ്രൊനൗൺസിയേഷൻ ശരിക്കും പീനസ് എന്നാണ്. അതാണ് ഞാൻ പീനസ് എന്ന് പെനിസ് എന്ന് പറയാറ്. പീനസ് എന്താണ്, ഇതിനെ കുറിച്ച് കംപ്ലീറ്റ് ധാരണ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഉണ്ടായിരിക്കണം. ഓക്കെ, എന്താണ്, ഏതാണ്, എങ്ങനെ വേണം, എന്ത് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളെ പാർട്ട്ണർക്കും ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നിങ്ങൾ ആ ഒരു ടൈമിൽ ഈവൻ നിങ്ങൾ പിന്നെ സെക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അതിൽ ഇഷ്ടം, ഏതാണ് നിങ്ങൾക്ക് കുറിച്ച് കുറച്ചും കൂടി എന്താ പറയുക ഇഷ്ടം തോന്നിയത് എന്നൊക്കെ ഉള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സംസാരിക്കണം പാർട്ട്ണറോട്. എന്താണ് ഇഷ്ടമില്ലാത്തത്, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടായി തോന്നിയത്, എന്താണ് പെയിൻഫുൾ ആയി തോന്നിയത്, ഇത് വളരെ ഇതിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മാരേജ് എന്ന് പറയുമ്പോൾ സെക്സ് ലൈഫ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ യെസ്, സെക്സ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യത്തിൽ. ഓക്കെ, സെക്സ് ലൈഫിന് അത് ഇല്ലാണ്ട് പറ്റില്ല, സെക്സ് തന്നെ അങ്ങനെയുള്ളതല്ല. പക്ഷെ സെക്സ് ലൈഫ് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, നല്ല രീതിക്ക് രണ്ടുപേരും കൊണ്ടുപോകുന്നത് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം. സെക്സ് എന്ന് പറയുന്നത് ശുചിത്വം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. ആഫ്റ്റർ സെക്സിന് ശേഷം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങൾ ഹാൻഡ്സ്, അറ്റ്ലീസ്റ്റ് ഹാൻഡ്സ് എങ്കിലും നല്ല വൃത്തിയിൽ നിങ്ങൾ ഹാൻഡ് വാഷ് ഇട്ട് സാനിറ്റൈസ് ചെയ്ത് നിർബന്ധമാക്കണം. ഇത് കൊറോണയുടെ കാരണം കൊണ്ടല്ല, കാരണം നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിൻ്റെ ബോഡി പാർട്സിൽ പ്രൈവറ്റ് പാർട്സ് നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ടാവും, ഇല്ലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് അണുക്കൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ബോഡി പാർട്സിൽ തന്നെ തൊടാണ്ടിരിക്കാനും ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ, അലർജീസ് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. കുളിക്കുകയാണ് നിർബന്ധം. ഞാൻ കുളിക്കാൻ മടിയുള്ളവരോട് പറഞ്ഞാണ് കൈ കഴുകാൻ, പക്ഷെ കുളിക്കലാണ് വേണ്ടത്. നിങ്ങൾ എന്തായാലും കുളിക്കണം, നിർബന്ധമാണ്. ആഫ്റ്റർ സെക്സിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും ബാത്ത് ചെയ്യണം, കുളിക്കണം. നാളേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, നാളത്തെ ഒരു ദിവസത്തേക്ക് വീണ്ടും വണ്ടി പോയി, നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. എപ്പോഴാണോ കഴിഞ്ഞ് അപ്പം തന്നെ വാഷ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കും. പിന്നെ എപ്പോഴും ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം വീട്ടിലല്ലാതെ കുറച്ച് വേറെ ഒരു സ്ഥലത്തുള്ളതാണ് ഏറ്റവും നല്ലത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ, ഇതൊരു എൻ്റെ വെറും പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടുള്ളതാണ്. നമ്മൾ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയി നമ്മൾ റിസോർട്ട് എടുത്തിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹോട്ടൽ എടുത്തിട്ടോ, നല്ല ഹോട്ടൽ കേട്ടോ, അല്ലാണ്ട് സേഫ് അല്ലാത്ത ഹോട്ടലല്ല, നല്ല ഹോട്ടലായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഓക്വേർഡ് ഫീൽ തോന്നിക്കാം, ചമ്മൽ തോന്നായിരിക്കും. നമ്മുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് റൂമിൽ കാണുമ്പോൾ നമുക്കൊരു ചമ്മൽ നാണക്കേടൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനത്തെ അർത്ഥം വെച്ചിട്ടുള്ള ചിരി കളിയാക്കാം നമുക്കൊരു ചിലപ്പോൾ കംഫർട്ടബിൾ ആയ ചിലവർക്ക് തോന്നിയേക്കാം.
അപ്പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുറത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് കാരണം കുറച്ചും കൂടി നല്ല അടിപൊളിയായിരിക്കും, ബെറ്റർ ആയിരിക്കും എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യണം കാര്യങ്ങളിലും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടായാലും നിങ്ങളുടെ റിലേറ്റീവ്, ഇതൊന്നും ഒരിക്കലും നാണുള്ള സംഭവം, ഇതൊന്നും മോശപ്പെട്ട സംഭവമല്ല. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ വൃത്തികെട്ട അർത്ഥ ചൊയയിലോ ഓരോന്നും സംസാരിച്ചു. ഇപ്പം ഞാൻ നമുക്ക് രണ്ട് രീതിയിൽ ഈ വിഷയം സംസാരിക്കാം. ഇപ്പം ഞാൻ സംസാരിച്ച രീതി നല്ലതെന്നല്ല പറയുന്നത്, പക്ഷെ വേറൊരു രീതിയിലും കൂടി സംസാരിക്കാം. ഇങ്ങനെ പച്ചക്ക് വൃത്തിയേട് പറഞ്ഞ് അവരർത്ഥം വെച്ച് പറയുന്നൊന്നും നേരെ ചൊവ്വ പറയത്തില്ല, അർത്ഥം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡയറക്റ്റ് അത് പറയുമ്പോൾ രണ്ടും തരത്തിൽ മാറും. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ആലോചിച്ചത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയി, അപ്പോൾ രണ്ട് രീതിയിൽ പറയാം. അവരെന്ന് വെച്ചാൽ വേറെ ലെവല് പൊള്ളിയാണ് എന്ന് പറയാം, അതിൻ്റെ അർത്ഥം നല്ലതെന്ന്. ഇതെന്നെ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറി പോകും. പിന്നെ പൊള്ളിയായിട്ടുണ്ട്, അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ പൊള്ളിയായിട്ടുണ്ട്, ഈ ഒരു മുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം രണ്ടും സെയിം ഡയലോഗാണ്, പക്ഷെ നമ്മുടെ പറച്ചിൽ രീതിയിൽ ആ സംഭവം മൊത്തത്തിൽ മാറി. ഒന്ന് പുച്ഛിച്ചിട്ടാണെങ്കിലും ഒന്ന് നല്ല രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുള്ളൂ. നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അത് ഓപ്പോസിറ്റ് പാർട്ട്ണറിനോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാം. ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കണം. എന്നാലേ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഈ ഒരു എന്താ പറയുക, ഇതൊക്കെ മോശപ്പെട്ട കാര്യമാണ്, ഇതൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതി മാറുള്ളൂ. ഇനി വരുന്ന ജനറേഷനെങ്കിലും അത് മാറണം. മാറിയില്ലെങ്കിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ എന്താ പ്രശ്നങ്ങൾ എന്ന് എടുത്തെടുത്ത് പറയുന്നില്ല, നിങ്ങൾ ന്യൂസിലും പലതിലും കേൾക്കുന്നുണ്ടാവും, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു കാലമായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതൊരു ബാഡ് ഇംപ്രഷൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് ഇംപ്രഷനൊക്കെ അവതോളമായിട്ട് മാറും. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അറേഞ്ച് മാരേജിൽ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നിങ്ങൾ ഏറ്റവും അടിപൊളിയാക്കുക. ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആണ് അത്. ലവ് മാരേജ് ആയിക്കോട്ടെ അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ, ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിലത്തെ ഏറ്റവും ഒരു ചെറിഷബിൾ മൊമെന്റ് ആണ്, ഭയങ്കര സന്തോഷിക്കേണ്ട മൊമെന്റ് ആണ്, ഭയങ്കര പ്രഷ്യസ് ആണ്. അത് വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.